ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും പിന്നെ ചെറിയൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലായിരിക്കും. എല്ലാവരും പർച്ചേസിങ്ങും പിന്നെ പലഹാരം ഉണ്ടാക്കുന്ന തിരക്കും ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ വീഡിയോ കാണുകയാണെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ പർച്ചേസിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഞാനൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അവിടെയാണ് വന്നിട്ടുള്ളത്. അവിടെ ഡ്രസ്സിൻ്റെ കളക്ഷനൊന്നും ഒരുപാടൊന്നുമില്ല, എന്നാലും പിന്നെ മോൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ വന്നതാണ്. നോക്കിയപ്പോൾ അപ്പോൾ അതാ നമ്മൾ ഡ്രസ്സ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മോൾക്ക് മാത്രമേ എടുക്കാനുള്ളൂ, പിന്നെ മക്കളെല്ലാവരും നാട്ടിലായതുകൊണ്ട് തന്നെ വേറെ ആരുമില്ല. ഈ മോള് മാത്രമേ ഉള്ളൂ, മറ്റൊരു 3 ആൾ നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചേസിങ്ങൊക്കെ പ്രാവശ്യം കുറവാണ്. ഇത് ഞാനേ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനികളുടെ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അവർക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നമ്മൾ മലയാളികൾക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഒരുപാട് കുറവാണ്. പിന്നെ നൈറ്റ് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ കുറേയൊക്കെ നോക്കി മോൾക്ക് 1-2 കൂട്ടം ഡ്രസ്സൊക്കെ കിട്ടി നമുക്ക്. ഡ്രസ്സിങ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ അവിടെ അധികം വല്ലാണ്ടില്ലാത്തതുകൊണ്ട് തന്നെ അധികം സമയം ഞങ്ങളവിടെ നിന്നില്ല. കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയപ്പോൾ നമ്മളവിടെ നിന്ന് പോന്നു. അപ്പോൾ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ. ഇനി ഇവിടെ പാത്രങ്ങളും പിന്നെ മറ്റ് ക്രോക്കറി ഐറ്റംസുകളും എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ നമ്മളുടെ ഷോപ്പിങ്ങൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും നമ്മളവിടെ നിന്നിട്ടില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇനി ഇറങ്ങായി. അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് കേട് കൂടാതിരിക്കാനുള്ള കുറച്ച് നേരത്തെ 2 ദിവസം മുമ്പൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഇന്ന് കോഴിയടയാണ്. ഇത് മാസങ്ങളോളം കേട് കൂടാതിരിക്കും. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വലിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുക. അപ്പോൾ ബീഫ് നമ്മുടേത് വെന്തിട്ടുണ്ട്. വെന്ത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതിനോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് അതുപോലെ പൊടിച്ചെടുക്കുക. നല്ലതുപോലെ പൊടിച്ചെടുക്കുക. കുറച്ച് മുളക് പൊടിയും വേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അത് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ ആക്കിയെടുത്തിട്ട് കോരിയെടുക്കുക. ഇനി വേറൊരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ ബീഫ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ പൊടിച്ച് വെച്ച ബീഫ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് ഈ ഉള്ളി നല്ലോണം മൊരിച്ചെടുത്ത ഉള്ളി ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ബീഫും ഈ ഉള്ളിയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നല്ലോണം അതിൽ മിക്സാക്കി എടുക്കുക. പിന്നെ ഉപ്പോ എരിവോ ഒക്കെ കുറവാണെന്ന് വെച്ചെങ്കിൽ അതിട്ട് കൊടുക്കുക.
1 കിലോ ബീഫിലോട്ട് നമ്മൾ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബീഫ് കൂടുതലും ഉള്ളി കുറച്ചാണ് ഇടേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചിക്കനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിടുക ചൂടാറാനായിട്ട്. ബീഫ് കൂട്ടാത്തവർക്ക് ചിക്കനും ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ നമ്മളിവിടെ മൈദ എടുത്തിട്ടുണ്ട്, 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഉപ്പുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ല ഹാർഡാവാതെ നല്ല ഒരുപാട് ലൂസാവാണ്ടായും കുഴച്ചെടുക്കുക. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ടിത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ എങ്ങനെയാണ് നമുക്ക് പറ്റുന്ന സൗകര്യം പോലെ പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് വല്ല സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ബോട്ടലിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പരത്തുമ്പോൾ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല, വല്ലാണ്ട് തിന്നാവാതെ പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് കഴിക്കാൻ നല്ല രസമാണ് കോഴിയട. ഇത് കുറേ ദിവസം കേടുകൂടാതിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് പൊന്നാനിക്കാരുടെയും പിന്നെ മലപ്പുറം, കോഴിക്കോട് ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളിവിടെ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ ചുറ്റുഭാഗം കുറച്ച് ഓയിൽ തേച്ചിട്ട് നമുക്കിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ റൗണ്ട് പീസായതിൻ്റെ ശേഷം അതിൽ മസാല വെച്ചതിന് ശേഷം ഇതിങ്ങനെ മടക്കിയെടുക്കുക. അതിൻ്റെ 2 സൈഡും ഇങ്ങനെ ചെറിയ മടക്കി എടുക്കുക. ഒന്ന് വെള്ളം തൊട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞി ആയിട്ട് എടുക്കാം. വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാക്കാനൊക്കെ രസം. കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഒരുമിച്ച് ഇത് മടക്കാനും മസാല നിറക്കാനും പിന്നെ മാവ് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കാനും ഒക്കെ നല്ല രസമാണ് എല്ലാവരും കൂടി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ചെറിയ തീയിൽ ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ആക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് സിമ്മിൽ ലോലാക്കിയിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കോഴിയട ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും വേറെയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ലോങ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ. ഈ കുഞ്ഞു സാധനമാണെങ്കിലും കുറച്ച് നേരത്തെ കഷ്ടപ്പാടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ കുറേ ആളുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ആ മൈദയും ആ ബീഫും വെച്ചിട്ട് ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുഞ്ഞി വെട്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്തിയിട്ടാണ് നമ്മൾ അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നെയ്യപ്പം പിന്നെ പഴം പൊരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചപ്പത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ടാണ് നമ്മളിവിടെ അച്ചപ്പം ഉണ്ടാക്കുന്നത്. നല്ല രസമാണ് അച്ചപ്പം ഉണ്ടാക്കിയിടാനും ഇങ്ങനെ കോരിയെടുക്കാനും അതിൻ്റെ അച്ചിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ അച്ചപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതും എല്ലാവരും അടിച്ചു പൊളിക്കുക. എൻ്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷം ഇതിലൂടെ അറിയിക്കുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും.